അമേരിക്കയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് റഷ്യ കട്ടയ്ക്ക് നിൽക്കുകയാണ് സർ. ട്രംപ് കുറേ സാങ്ഷൻസ് കൊണ്ടുവരുന്നു, അതിന് ഡെഡ് ലൈൻസ് തീരുമാനിക്കുന്നു. റഷ്യ, നമ്മുടെ പുടിൻ പറയുന്നു ഞങ്ങൾ പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിമിട്രി മെദ്വദേവിൻ്റെയും ട്രംപിൻ്റെയും ഭയങ്കര ചർച്ചകൾ ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിപ്പോൾ ആണവ ഇതിലേക്ക് പോകുന്നുണ്ട്, യുദ്ധത്തിലേക്ക് പോകുന്നു, ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും സാർ, എന്ത് പറയുന്നു സാർ അതിനെ പറ്റിയിട്ട്? മെദ്വദേവ് പറയുന്നു, ഇപ്പോൾ ട്രംപ് പറയുന്നു നിങ്ങൾ ഡെഡ് എക്കോണമിയാണെന്ന്. അപ്പോൾ തിരിച്ച് മെദ്വദേവ് പറയുന്നു ഞങ്ങൾ ഡെഡ് ഹാൻഡ്സ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഡെഡ് എക്കോണമി, ഡെഡ് ഹാൻഡ്സിനെ കുറച്ചൊന്ന് പറ്റിയൊന്ന് വിവരിക്കാമോ? ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കിട്ടാനാവില്ല എന്നൊരു പ്രയോഗമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം അൺടിൽ ദ എൻഡ് ഓഫ് ദ കോൾഡ് വാർ റഷ്യ വളരെ വലിയ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ അതിശക്തമായ ഒരു രാജ്യം, ആണവ ശക്തി, സൈനിക ശക്തി, എല്ലാ രീതിയിലും ശക്തി, കിട മത്സരം. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് റഷ്യയുടെ ഡൊമിനൻസ് കുറഞ്ഞു വരുന്നു, റഷ്യയുടെ മേധാവിത്വം ആ ഭാഗത്ത് ഇല്ലാതെയാകുന്നു, ഒരു യൂണിപോളാർ വേൾഡിലേക്ക് ലോകം നീങ്ങുന്നു. പക്ഷേ പുടിൻ ചേഞ്ച് ദി എൻറ്റയർ കോഴ്സ് ഗ്രാജുവലി. പൂർണ്ണമായി അമേരിക്കയെ വെല്ലുവിളിക്കാവുന്ന രീതിയിലേക്ക് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ റഷ്യ ഇപ്പോഴും നന്നായി സൈനിക ശക്തി നിലനിർത്തുന്നു. പ്രത്യേകിച്ച് ആണവായുധങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് 1-ാം സ്ഥാനം റഷ്യക്കാണ് എന്നോർക്കണം. 6000-ഓളം ആണവായുധങ്ങൾ റഷ്യയുടെ കൈവശം ഇപ്പോഴും ഉണ്ട്. അത് ശീതയുദ്ധ കാലത്ത് 91 വരെയുള്ള ആ കാലത്തുണ്ടായിരുന്ന ആണവ ആയുധങ്ങൾ ഉക്രൈനിലും കസാക്കിസ്ഥാനിലും ബെലറൂസിലും ഒക്കെയായി വിന്യസിച്ചിരുന്നത് വാങ്ങിയെടുത്തുകൊണ്ട് റഷ്യ ഏകപക്ഷീയമായി സോൾ command over the nuclear weapons arsenal. So they are sitting on top of a huge stockpile. ഇതാണ് റഷ്യയുടെ അവസ്ഥ. ആ റഷ്യക്ക് ആണവായുധങ്ങൾ ഷോക്കേസിൽ വെക്കാമെന്നല്ലാതെ പുറത്തെടുക്കാൻ ആവില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അതാണല്ലോ, ആണവ യുദ്ധത്തിൽ ആരും വിജയിക്കില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇടപെടുന്നതും ഉക്രൈൻ്റെ കിഴക്കൻ മേഖലയിലുള്ള അമേരിക്ക ഇടപെടുന്നത്. റഷ്യ ആദ്യം ഇടപെട്ടതിന് ബദലായി അമേരിക്ക ഉക്രൈനെ സഹായിച്ചു നിർത്തി, സെലൻസ്കിയെ സഹായിച്ചു നിർത്തി. അവിടെ ലോകം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുന്നു. ട്രംപിലായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുമ്പോൾ പുടിനുമായി ഉണ്ട് എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കെമിസ്ട്രി ഇക്വേഷൻ അത് വർക്കൗട്ട് ചെയ്യുകയും ഞാൻ അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ ചരിത്രപരമായ പ്രസ്താവന, അത് ശരിയാണെന്നൊക്കെ കുറെ മണ്ടന്മാർ വിശ്വസിച്ചു. അത് പുടിനെ അറിയാൻ വയ്യാത്തത് കൊണ്ടും റഷ്യയുടെ ഡിറ്റർമിനേഷൻ അറിയാൻ വയ്യാത്തത് കൊണ്ടും റഷ്യയുടെ ദേശീയ താല്പര്യത്തെക്കുറിച്ച് ഒരു ചുക്കും ഈ പറയുന്ന ആൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടും സംഭവിച്ചതാണ്. ഒന്നും സംഭവിച്ചില്ല. ട്രംപിനാണെങ്കിൽ നോബൽ സമ്മാനം കൂടിയേ തീരും. വേണം പീസ് പ്രൈസ്, അതും നോബൽ സമ്മാനം. ദിസ് പീസ് പ്രൈസ് കംസ് അറ്റ് എ പ്രൈസ്. അതാണ് വിഷയം. സമാധാനത്തിന് 6 ദീർഘമായ മാസങ്ങൾ 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. സമാധാന കരാർ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, കാരോലിൻ ലെവിറ്റ് സെക്രട്ടറി പറഞ്ഞ കാര്യമാണ് അമേരിക്കയിൽ. അതുകൊണ്ട് ട്രംപച്ചായന് വേണ്ടത് ഒരു യുദ്ധം അങ്ങോട്ട് ജെനുവിനായിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കണം. എന്നിട്ട് വേണം സ്വീഡിഷ് അക്കാഡമിയുടെ നോബൽ സമ്മാനമൊക്കെ വാങ്ങി മുടിചൂടാമനായി വിടവാങ്ങുന്നത്. ഇതാണ് ആകെപ്പാട് ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ പാവപ്പെട്ട ജനറൽ അസിം മുനീർ വൈറ്റ് ഹൗസിൽ ചെന്നു ചായ കുടിച്ചു, ഡിന്നറും കഴിച്ചു. പറഞ്ഞു അച്ഛാ ഞാനെല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അവിടെ ചെന്ന് ഏതാണ്ട് ഇതേ വർത്തമാനം പറഞ്ഞു. ട്രംപിനാകെ ഉൾപ്പുളകമായി. ഇനിയിപ്പം എന്തെങ്കിലും അണ്ടർ ഹിസ് ബെൽറ്റ് there should be something to show. സമാധാനം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ വഴി എന്ന് പറഞ്ഞാൽ ടാരിഫ്. ഇന്ത്യയും പാകിസ്ഥാനെ അങ്ങോട്ട് വരട്ടി. മോദി പറഞ്ഞു പോയി പണി നോക്ക്. പാകിസ്ഥാന്റെ DGMO ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് പീസ് ഉണ്ടായത്, അമേരിക്ക പറഞ്ഞിട്ടല്ല. ഏത് വിഖ്യാതൻ പറഞ്ഞാലും അതൊന്നുമല്ല സത്യം. ട്രംപ് 29 പ്രാവശ്യമാണ് പറഞ്ഞത് അത് ഞമ്മളാണ് ഞമ്മളാണ് ഞമ്മളാണ്. അത് നമ്മളൊന്നും അല്ല എന്ന് ഇന്ത്യയുടെ ഭാഷ പറഞ്ഞു. അസീമിന്റെ ഭാഷ പറഞ്ഞു. ഇത് വലിയ പുലിവാലായി. എങ്ങനെങ്കിലും പിടിച്ചു നിന്നേ പറ്റൂ. ഹമാസിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇസ്രായേലിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവിടെ കുളമായി നിൽക്കുന്നു. എന്നാ പിന്നെ റഷ്യ ഒറ്റ വഴിയേ ഉള്ളൂ. പിന്നെ
സെലൻസ്കിയെ പിടിച്ചങ്ങോട്ട് വിരട്ടുക. സെലൻസ്കിയെ വിരട്ടി അമേരിക്കയിൽ വന്ന് ട്രംപും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി JD വാൻസും കൂടി ചള്ളും പൊട്ടും ഒക്കെ പറഞ്ഞ് വിട്ടു. എന്നിട്ട് ആകെ പാവം പോയി കരാറൊക്കെ ഒപ്പിട്ട് ധാതുക്കളും ലവണങ്ങളും ഒക്കെ അമേരിക്ക കച്ചവടമാക്കി. അതൊക്കെ പഴയ കഥ. എന്നാലും യുദ്ധം നിൽക്കുന്നില്ല. റഷ്യ കൂടെ സഹകരിച്ചിട്ട് വേണ്ടേ? കുറച്ചു കാലത്തേക്ക് അമേരിക്ക സപ്ലൈ ഓഫ് ആംസ് നിർത്തി. എന്നിട്ടും റഷ്യ കടന്നുകയറ്റമാണ്. എന്നാൽ പിന്നെ പൂഴിക്കടകൻ അത് മാത്രമാണ് അവസാന അടവാണ്. 18ാമത്തെ അടവും പിഴച്ചാൽ പിന്നെ 19ാമത് ഒരെണ്ണമുണ്ട്. അതൊക്കെ എടുക്കുക. ഞങ്ങൾ നിങ്ങളെ സുട്ടിടുവേ. ആരോടാ പറയുന്നത്? ട്രംപ് അല്ല, ഇപ്പൊ പുട്ടിനോടാണ് പറയുന്നത്. പുട്ടിൻ പറഞ്ഞു പിള്ളേരങ്ങനെ പലതും പറയും, ഞങ്ങളത് കേൾക്കാറില്ല. അതുകൊണ്ട് അപ്പൊ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേറ്റോനെ കൂട്ടുപിടിക്കുന്നു, യൂറോപ്യൻ യൂണിയനെ കൂട്ടുപിടിക്കുന്നു. പക്ഷെ നമ്മുടെ പുടിൻ എന്ത് ചെയ്തു? ബ്രിക്സ് രാജ്യങ്ങളെ അടുപ്പിക്കുന്നു. അപ്പൊ ശരി, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാൻ ഇതുവഴി പൊയ്ക്കോളാം, എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, അത്ര ചില്ലറക്കാരൊന്നുമല്ല. ഇന്ത്യയാണ്, ചൈനയുണ്ട്, ഇറാനുണ്ട്. ഓക്കെ, ഞാൻ ഈ സൈഡിൽ കൂടെ നോക്കിക്കോളാം എന്നാണ് ട്രംപിനോട് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം നേരിട്ടൊന്നും പറഞ്ഞില്ല, അതല്ലേ രസം. പുട്ടിൻ നേരിട്ടല്ല പറയുന്നത്, അതൊക്കെ ഞങ്ങളുടെ ജൂനിയേഴ്സ് പറയും. അങ്ങനെയാണ് ദിമിത്രി മെദ്വദേവ്, അദ്ദേഹം റഷ്യയുടെ മുൻ പ്രസിഡന്റാണ്. വ്ലാഡിമിർ പുടിൻ 2000 മുതൽ 2008 വരെ പ്രസിഡന്റ് ആയിരുന്നു. 2008 ഭരണഘടനാപരമായി തുടരാനാവാതെ വന്നതോടെ 2 ടേം കഴിഞ്ഞു. അതുകൊണ്ട് ഒരു റബ്ബർ സ്റ്റാമ്പിനെ അവിടെ ഇരുത്തി. അദ്ദേഹത്തിന്റെ പേരാണ് മെദ്വദേവ്. ആ മെദ്വദേവ് 4 വർഷം വരുന്നു. പിന്നീട് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി പുടിൻ ഭരണഘടന തിരിച്ചെത്തി ആജീവാനന്ദം ഇനി പ്രസിഡന്റായി വിരാജിക്കും. അദ്ദേഹത്തെ മരണത്തിലൂടെ അല്ലാതെ, അല്ലെ അട്ടിമറിയിലൂടെയോ കൊലപാതകത്തിലൂടെയോ അല്ലാതെ അവിടെ മാറ്റാനാവില്ല. മെദ്വദേവാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ട്രംപിന് ചിത്തഭ്രമം ബാധിച്ചിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ പലതും പറയും. അതുകൊണ്ട് റഷ്യയുടെ പ്രയോഗം നന്നായി ഏറ്റിട്ടുണ്ട്. മാറ്റി ആദ്യം പറയുകയാണ്, റഷ്യയുമായി കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്ക് നേരെ 500% കേട്ടുകേണ്ടൊരു കാര്യമാണ്. 500% ടാരിഫ്. പിന്നെ പറയുന്നു 100% ടാരിഫായി കുറച്ചിരിക്കുന്നു. പിന്നെ പറയുന്നു ഒരു തേർഡ് പാർട്ടി പിന്നെ പോർട്ടുകളിൽ അത് അടുപ്പിച്ചാൽ 40% ടാരിഫ്. മറിച്ചും പറയുകയാണ്. ട്രംപിന് ആശയക്കുഴപ്പം മൂത്തിരിക്കുന്നു. റഷ്യ ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോകുന്നു. ആ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ട്രംപിനെ ഓർമ്മിപ്പിക്കുകയാണ്. ട്രംപ് പറഞ്ഞു വെച്ചല്ലോ, റഷ്യയും ഇന്ത്യയും തമ്മിൽ ഓയിൽ കച്ചവടം ചെയ്തോളൂ, നിങ്ങളുടെ 2 ഇക്കോണമിയും ഡെഡ് ഇക്കോണമീസ് ആണ്. പറഞ്ഞു ആയിരിക്കാം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം ഓർപ്പിക്കാനുണ്ട്. നിങ്ങൾ ആണവായുധം പ്രയോഗിച്ചുകളെയും ഒക്കെ പറയുന്നുണ്ടല്ലോ, ട്രംപ് പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതുപോലും ഭയമില്ല. കാരണം വി ഹാവ് എ സിസ്റ്റം കോൾഡ് ദി ഡെഡ് ഹാൻഡ്. അത് ശീതയുദ്ധകാലത്തെ ഒരു മിലിറ്ററി ഡിക്റ്റമാണ്. റഷ്യയുടെ എല്ലാ നഗരങ്ങളും തകർന്നാലും, എല്ലാ വാർത്താവിനിമയ ഉപാധികളും തകർന്നാലും, റഷ്യൻ ടോപ്പ് മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കാലയവനിക്കുള്ളിൽ മറഞ്ഞാലും, റഷ്യൻ ന്യൂക്ലിയർ മിസൈൽസ് ഫ്രം അൺമെൻഷൻഡ് സെന്റേഴ്സ് വിൽ ഗെറ്റ് ലോഞ്ച്ഡ്. ആ രീതിയിലാണ് തയ്യാറെടുപ്പുകൾ. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ഒരു നഗരവും അവശേഷിക്കില്ല, അമേരിക്കയെ ഭൂമുഖത്ത് ഉണ്ടാവില്ല. ഇത് മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ 5600 ആണവായുധങ്ങളാണുള്ളത്. ഞങ്ങളുടെ കയ്യിൽ അതിനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. നിങ്ങളുടെ കമ്പൈൻഡ് യൂറോപ്പ് അമേരിക്ക സ്ട്രെങ്ത്തിന്റെ അത്രയും സ്ട്രെങ്ത് ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ ലോകത്തിന്റെ പല സ്ഥലത്തായിട്ട് ഞങ്ങൾ വ്യാപിച്ചു വെച്ചിരിക്കുകയാണ്. ആണവ അന്തർവാഹിനികളിലും ചില ദ്വീപുകളിലും എല്ലായിടത്തുമായി, ഫ്രണ്ട്ലി രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട്. അതൊന്നും തുച്ഛീകരിച്ച് കാണരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ട്രംപ് അതുകൊണ്ട് അടങ്ങിയില്ല. അദ്ദേഹം ആണവ അന്തർവാഹിനികൾ, ആണവ ഫോർമുല വഹിക്കാൻ കഴിയുന്ന അന്തർവാഹിനികൾ അയച്ചിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ്, ശീതയുദ്ധം അവസാനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് റഷ്യക്ക് നേരെ ഉപയോഗിക്കുമെന്ന ഭീഷണിയുമായി ആണവ അന്തർവാഹിനികൾ അമേരിക്ക വിന്യസിക്കുന്നത്. ഒരിക്കലും ഉപയോഗിക്കില്ലായിരിക്കാം, ഉപയോഗിക്കാതിരിക്കട്ടെ, ഒന്ന് പേടിപ്പിക്കാനായിരിക്കാം. പക്ഷെ എന്നാലും അല്ലേ, പേടിക്കുന്നവനെയല്ലേ പേടിപ്പിക്കാൻ പറ്റൂ? പേടിക്കാൻ തയ്യാറല്ലാത്ത വ്ളാഡിമിർ പുടിനെ പേടിപ്പിക്കാനാവുമോ? ഇവിടാണ് ഒരു ചതിയൻ ചന്തുവായി അമേരിക്ക എത്ര കാലം പുടിനെ വിശേഷിപ്പിച്ചാലും ചന്തുവിന് ഇനിയും ജീവിതം ബാക്കി. അതുകൊണ്ട് ചന്തു കീഴടങ്ങാൻ തയ്യാറല്ല. അതാണ് പറയുന്നത്. അവിടെ ഉക്രൈൻ വിഷയത്തിൽ തട്ടി അമേരിക്കയുടെ പ്രതിച്ഛായ തകർന്ന കാഴ്ച. അതോടൊപ്പമാണ് നേരത്തെ അഞ്ജന ചോദിച്ച ഓയിൽ ഡിപ്ലോമസിയുടെ കാര്യം. റഷ്യ ഓയിൽ വിൽക്കും. ചൈന ഉള്ളിടത്തോളം കാലം ചൈന വാങ്ങും, ഇന്ത്യയും അത് വാങ്ങും. അത് മാത്രമല്ല
ബ്രിക്സ് രാജ്യങ്ങൾ, ബ്രസീൽ, ഇന്ത്യ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതോടൊപ്പം മറ്റ് രാജ്യങ്ങളും ചേർന്ന ബ്രിക്സ് എന്ന സാമ്പത്തിക കൂട്ടായ്മ, റഷ്യ അതിന്റെ അച്ചുതണ്ട് ശക്തിയാണ്. ലോകത്തെ സമ്പദ് വ്യവസ്ഥയുടെ 27.8% ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ആഗോള വ്യാപാരത്തിന്റെ, അത് ബ്രിക്സ് ആണ്. അത് ഉയർത്തിക്കൊണ്ടുവരാൻ നിഷ്പ്രയാസം കഴിയും. 10 ലക്ഷം കോടി ഡോളറിന്റെ വ്യാപാരമാണ് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ. അമേരിക്കയുമായി വ്യാപാരം ചെയ്യാതെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ പരസ്പരം വ്യാപാരം ചെയ്തുകൊണ്ട് ഡോളർ അധിഷ്ഠിത ലോക സമ്പദ് വ്യവസ്ഥയെ കടപുഴകി എറിയാൻ കഴിയുമെന്ന വിശ്വാസം റഷ്യക്കും ചൈനയ്ക്കും ഉണ്ട്. അത് ഇന്ത്യക്കുണ്ടോ എന്നത് സംശയമാണ്. ഇന്ത്യ കൂടി ചേർന്നാൽ ഇന്ത്യക്ക് ഉണ്ട്, ഇല്ലാന്നല്ല, കാരണം നേരിട്ട് അത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കും ഉണ്ട്. അത് നമ്മുടെ മോദിജി അത് പ്രത്യക്ഷത്തിൽ കൊണ്ടുവരും ഉറപ്പായിട്ട്. ഉള്ളിലുണ്ട്, പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. ഇത് പറയാൻ തക്ക വങ്കത്വം മോദിക്കും ഇന്ത്യക്കും ഇല്ല എന്ന് മാത്രം ഇപ്പോൾ കരുതുക. അത് മാത്രമാണ് കരണീയമായ ഒരു ചിന്ത. അതുകൊണ്ടാണ് റഷ്യയെ കീഴടക്കാനാവില്ല മക്കളെ. അതാണ് കർട്ടസി മിസ്റ്റർ ചന്തു, ചതിയൻ ചന്തു അല്ല, നമ്മുടെ പുടിൻ. അതുകൊണ്ടാണ്, അതാണ് അവസ്ഥ, ഇന്നത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് റഷ്യക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. റഷ്യക്ക് നേരെ മുൻപ് നെപ്പോളിയൻ ബോണപാർട്ട് ഫ്രഞ്ച് സൈന്യങ്ങളെ അയച്ചു. എന്തായി ബോണപാർട്ടിന്റെ അന്ത്യം? വാട്ടർലൂ എൽസ്വെയർ. റഷ്യൻ ആക്രമണമായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ബ്ലണ്ടർ. ഹിറ്റ്ലർ അതേ തെറ്റ് ആവർത്തിച്ചു. വിജയിച്ചു നിന്ന ജർമ്മനി 2ാം ലോക മഹായുദ്ധത്തിൽ മാറി നിന്ന് റഷ്യയിലേക്ക് സൈന്യങ്ങളെ അയച്ച സൈന്യങ്ങളൊന്നും തിരിച്ചു വന്നില്ല. റഷ്യൻ വിന്റർ ടുക്ക് കെയർ ഓഫ് ഇറ്റ്. ഭൂമിശാസ്ത്രപരമായി, ഭൗമരാഷ്ട്രീയപരമായി റഷ്യയുടെ നേരെ ഒരാൾക്കും ഒരു ശക്തിക്കും നാളിതുവരെ വിജയിക്കാൻ പറ്റിയിട്ടില്ല. ആകെ വിജയിച്ചു എന്ന് പറയുന്നത് 1905 ജപ്പാൻ മാത്രമാണ് റഷ്യക്കെതിരെ റൂസോ ജാപ്പനീസ് വാർ ജയിച്ചു എന്ന് പറയുന്നത്. അത് കിഴക്കൻ മേഖലയിലെ ഒരു ചെറിയ ബാറ്റിൽ മാത്രം. മോസ്കോ ആരും നാളിതുവരെ കീഴടക്കിയിട്ടില്ല എന്ന് ഓർക്കുക. ഈ ട്രാക്ക് റെക്കോർഡ് ഭേദിക്കാൻ ട്രംപ് എന്നല്ല, ട്രംപിന്റെ വില്ലുപ്പൂപ്പ വന്നാലും നടക്കില്ല എന്ന അറിവിൽ നിന്നുകൊണ്ടാണ് റഷ്യ ഇത് പറയുന്നത്. ഒരു ആണവ യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.